സ്കൂൾ സമയമാറ്റ ചർച്ചകൾക്കിടെ വിദ്യാഭ്യാസ മന്ത്രിയെ വേദിയിലിരുത്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നിർദ്ദേശങ്ങൾ. ചൂട് കൂടിയ മെയ് മാസവും മഴ കൂടുതലുള്ള ജൂൺ മാസവും സ്കൂളുകൾക്ക് അവധി നൽകാം. വർഷത്തിൽ നടക്കുന്ന 3 പരീക്ഷകൾ 2 പരീക്ഷയാക്കി ചുരുക്കാമെന്നും എ പി അബൂബക്കർ മുസ്ലിയാർ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ചൂട് വർദ്ധിച്ച മാസമാണ് മെയ് മാസം. അതുകൊണ്ട് ആ ചൂടിൽ നിന്ന് 2 മാസത്തിൽ നിന്ന് 1 മാസമായ മെയ് എടുക്കുകയും മഴ ഏറ്റവും വർദ്ധിക്കുന്ന കാലമാണ് ജൂൺ. ആ ജൂൺ മാസവും കൂട്ടിച്ചേർത്ത് അങ്ങനെ 2 മാസമായാൽ തണുപ്പ് മഴ വർദ്ധിച്ച കാലത്തിൽ നിന്നും ചൂട് വർദ്ധിച്ച കാലത്തിൽ നിന്നും സമയമെടുത്ത് കുട്ടികൾക്ക് ഒഴിവ് കൊടുത്തു എന്ന് പറയാവുന്നതായിരിക്കും. അല്ലാതെ ഒരു കാര്യം ഞാൻ ഉസ്താദിന്റെ മുമ്പിൽ ഉറപ്പ് വരുത്താം, വിദ്യാഭ്യാസ രംഗത്ത് എന്ത് മാറ്റം വരുത്തിയാലും ആ മാറ്റം നിങ്ങളടക്കമുള്ള എല്ലാവരുമായിട്ട് ആലോചിച്ചുകൊണ്ട് മാത്രമേ ചെയ്യൂ എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സമയമാറ്റത്തിന്റെ പ്രശ്നം ഉസ്താദ് സൂചിപ്പിച്ചു, അവധിക്കാലത്തിന്റെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് സൂചിപ്പിച്ചു. ഈ കാര്യങ്ങളൊക്കെ തന്നെ ആലോചിക്കുന്നതിന് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കമ്മിറ്റി ചുമതലപ്പെടുത്താം. ആ കമ്മിറ്റിയുടെ ഉപദേശവും കൂടെ വെച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്ത് എല്ലാവരും കൂടെ അംഗീകരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് നമുക്ക് അങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാകുകയാണ്. വേനലവധിക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുമെന്ന് കൂടിയാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. സിനോജ് തോമസ് ഉണ്ട്. സിനോജ്, ഇപ്പോൾ കാന്തപുരവും വിദ്യാഭ്യാസ മന്ത്രിയും പങ്കെടുത്ത ഒരേ പരിപാടിയിൽ കാന്തപുരം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അത് ആലോചനയാകാം എന്നുള്ള കാര്യം മന്ത്രി ഉറപ്പു പറയുകയും ചെയ്യുന്നു. ഏതായിരുന്നു പരിപാടി? സ്മൃതി, മർക്കസിലെ വിവിധ സ്കൂളുകളിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളുടെ ഉദ്ഘാടനം, ഒപ്പം തന്നെ സയൻസ് ലാബിന്റെ ഉദ്ഘാടനം കാരന്തൂരിലെ മർക്കസിന്റെ കേന്ദ്രത്തിൽ വെച്ചാണ് ഈ പരിപാടി നടത്തുന്നത്. ആ വേദിയിൽ വെച്ചുകൊണ്ടാണ് കാന്തപുരം നിലപാട് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് സ്കൂൾ സമയമാറ്റം ഏറെ വിവാദമായതാണ്, ചർച്ചയായതാണ്. സംസ്ഥ ഉൾപ്പെടെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പരാതി പറഞ്ഞതാണ്, ചർച്ചകൾ നടത്തിയതാണ്. പക്ഷേ ആ കാര്യത്തിൽ സർക്കാർ പിന്നോട്ട് പോയിരുന്നില്ല. ആ വിഷയത്തിൽ ഉൾപ്പെടെയാണ് കാന്തപുരം ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വെച്ച വേനലവധിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും കാന്തപുരം അഭിപ്രായം പറയുകയും ചെയ്തു. അതായത് ഈ സ്കൂൾ സമയമാറ്റം എന്ന് പറയുന്നത് രാവിലെ ഈ സമയം സ്കൂൾ നേരത്തെ തുടങ്ങുന്ന തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന തരത്തിൽ സംസ്ഥ പരാതി പറഞ്ഞിരുന്നു. അതിനൊക്കെ തന്നെ ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് ഒരു അധ്യയന വർഷത്തിൽ 3 പരീക്ഷകളാണ് നടത്തുന്നത്. ആ പരീക്ഷകൾ 2ആക്കി ചുരുക്കിയാൽ തന്നെ ഒരു പരീക്ഷയുടെ സമയം അവിടെ ലാഭിക്കുക, ആ സമയം സ്കൂൾ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന ഒരു നിർദ്ദേശമാണ് കാന്തപുരം മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ ഈ വേനലവധി സംബന്ധിച്ച് മെയ് മാസം ജൂൺ മാസമായി 1 മാസം വേനൽ 1 മാസം മഴ എന്നിങ്ങനെ ക്രമീകരിച്ച് ആ രീതിയിലുള്ള നിർദ്ദേശമാണ് കാന്തപുരം മുന്നോട്ട് വെച്ചത്. അങ്ങനെ നിർദ്ദേശങ്ങൾ മാത്രമാണ്, ഇത് ചർച്ചയിലൂടെ തീരുമാനിക്കണമെന്ന ഒരു കാര്യമാണ് കാന്തപുരം മുന്നോട്ട് വെച്ചത്. ഇല്ലെങ്കിൽ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ ഏതൊരു മാറ്റത്തിലും ചർച്ച വേണമെന്ന നിലപാട് കാന്തപുരം എടുത്തു. അതിന് പിന്നാലെ പ്രസംഗിക്കാനെത്തിയ വിദ്യാഭ്യാസ മന്ത്രിയാണ് പറഞ്ഞത്, വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വേണം, പക്ഷേ അത് ഏകാധിപത്യ രീതിയിൽ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കില്ല. അതുകൊണ്ട് തന്നെ ചർച്ചകൾ നടത്തും. അതിൽ ഭരണവർഷമെന്നോ പ്രതിപക്ഷമോ വ്യത്യാസമില്ലാതെ ചർച്ച നടത്താൻ തയ്യാറാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്കൂൾ സമയമാറ്റം, ഒപ്പം തന്നെ വേനലവധി തുടങ്ങിയ വിഷയങ്ങളിൽ ഒരു കമ്മിറ്റി വെച്ചുകൊണ്ട് പഠനം നടത്തി തീരുമാനമെടുക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. തോമസാണ് വിവരങ്ങൾ നൽകിയത്.